ഞാനിപ്പം ഗോവയിലാണുള്ളത്, ഓൾഡ് ഗോവയിലാണുള്ളത്. ഞങ്ങളുടെ ഗോവയിലെ 3-ാമത്തെ ദിവസമാണെന്ന്. എൻ്റെ പിറകിൽ കാണുന്നതാണ് ഓൾഡ് ഗോവയിലെ ബസിലിക്ക ചർച്ച്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഗോവയിലെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ബസിലിക്ക ചർച്ച് കാണണം, പിന്നെ ഒന്ന് ചെറിയ ഷോപ്പിംഗ് എല്ലാം നടത്തി തിരിച്ചു പോകണമെന്നാണ് പ്ലാന്. അപ്പം എല്ലാവർക്കും ഗോവയിലെ 3-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണത്. 1594 ആരംഭിച്ച് 1605 നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ ഓൾഡ് ഗോവ എന്ന് പറയുന്നത് നമ്മുടെ പോർച്ചുഗീസിൻ്റെ ഇന്ത്യയിലെ ക്യാപിറ്റലായിരുന്നു. അപ്പം ഇവിടെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞുള്ള വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകളെല്ലാം ഈ ഒരു പള്ളിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണത്. നല്ല വെയിലാണ്. നാട്ടിലതിനൊക്കെ ചൂട് ഇവിടെ ഉണ്ട്. നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അപ്പോൾ ബസിലിക്ക ചർച്ചിൽ നിന്ന് ഇവിടെ പറയുകയാണ്. ഇനിയിപ്പം അടുത്ത ലൊക്കേഷൻ. അപ്പോൾ ഈ ക്യാപ്പ് എടുത്തു, അല്ലാതെ വയ്യ, തലയൊക്കെ പൊള്ളുന്നു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക്. സെയിൻറ്റ് അഗസ്റ്റിൻ ടവർ. ഇത് നമ്മുടെ ആ പള്ളിയുടെ അത്ര തന്നെ അതൊരു ചർച്ച് തന്നെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. പഴയ ചർച്ച് തന്നെ ആയിരുന്നു. കാരണം 6 നില കാണുന്നുണ്ട്. 1, 2, 3, 4, 5 നില. 5 നിലയുള്ള ചർച്ചായിരുന്നു. അത് തകർക്കപ്പെട്ടതായിരിക്കണം മിക്കവാറും. ആ ഒരു തന്നെ തകർന്നു പോയതാ. ഓക്കെ ഓ ഓക്കെ. ആരും പക്ഷേ ഇപ്പോൾ യുനെസ്കോയുടെ കീഴിൽ തന്നെ വരുന്നല്ലോ ഇതും. ഹെറിറ്റേജ്. യെസ്, അടിപൊളി. 1500, 500-600 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇപ്പോഴുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് കുത്തബ് മിനാറൊക്കെയാണ് ഓർമ്മ വരുന്നത്. കുത്തബ് മിനാറിൻ്റെ അകത്തൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ടൗൺഷിപ്പ് പോലെ ആയിരുന്നല്ലോ. അതുപോലെ അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. അവരുടെ ബെഡ്റൂംസ്, കുളിമുറികൾ, മദ്രസകൾ, അങ്ങനെയൊക്കെ. അതുപോലെ ഇവിടെ ഒരുപാട് എന്താ പറയുക, അങ്ങനത്തെ ഏരിയാസ് കാണാം. വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെൻ്റ് ആണ്. അപ്പോൾ അടിപൊളി, നല്ല ഹൈറ്റ് ഉണ്ട്. 5 നിലയാണ് കാണുന്നത്. പക്ഷേ ശരിക്കും ഈ ആദ്യത്തെ 2 നില തന്നെ ഏകദേശം 2 നിലകളുടെ ഹൈറ്റ് വരുന്നുണ്ട്. മേലേക്കൊക്കെ അതേ ഹൈറ്റ് തന്നെയാണുള്ളത്. അവിടെ നോക്കിയാൽ കാണാം, ആ ഒരു പാർട്ടീഷൻസ് കാണാം. കൊള്ളാം. ഇത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെയൊക്കെ നിർമ്മിക്കണമെങ്കിൽ അത് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടല്ലേ. നമുക്കിപ്പോൾ ഉള്ള പോലെയുള്ള സിമെൻറ്റും കമ്പിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടിപൊളി, സൂപ്പർ. ഇതൊക്കെ പ്രാർത്ഥനാ മുറികളായിരിക്കണം. ഒരുപാട് അങ്ങനെ സെപ്പറേഷൻസ് ഉണ്ട്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് തന്നെയാണ്. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സൂപ്പർ. ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ. ഞങ്ങൾ 5-6 പേര് മാത്രമേ ഉള്ളൂ. ആൾത്താർ. ഇതാണ് ഇവിടുത്തെ ആൾത്താര. നമ്മുടെ ടൈൽസ് എല്ലാം കണ്ടില്ലേ, ഈ എന്താ പറയുക, ചിത്രം വരച്ചിട്ടുള്ള. ഇതാണ് ഇവിടുത്തെ കോൺവെൻറ്റ്. ഇവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ വസിച്ചിരുന്നത് ഇവിടെയാണ്. ശരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനല്ലേ ഇതിൻ്റെയൊക്കെ വാല്യൂ. പക്ഷെ ഇത്രയെങ്കിലും ബാക്കി വന്നത് ആരുടെയോ ഭാഗ്യം. ഇവിടെ എന്തോന്ന്, ഓ ഇത് ടോംബാണല്ലോ, ശവകുടീരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സൈറ്റിനോടും വിട പറയുകയാണ്. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം.
ഗോവൻ കരിക്ക് കുടിക്കാം. നല്ല ദാഹമാണ്, വെള്ളം എത്ര കുടിച്ചിട്ട് മതിയാവുന്നില്ല. ഇവിടെ ചേച്ചി കരിക്ക് എടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന തിയേറ്റർ, എൻ്റർടൈൻമെൻറ്റ് സൊസൈറ്റി ഓഫ് ഗോവ. ഞങ്ങളിവിടെ മാർക്കറ്റ് ഏരിയയിൽ വന്നാണ് ചെറിയ രീതിയിൽ പർച്ചേസിംഗ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ആക്കിയത് വാങ്ങാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അതോടെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു പോകും. കുറച്ച് സ്വീറ്റ്സ് വാങ്ങി, ഗോവൻ ഓതൻറ്റിക് സ്വീറ്റ്സ് വാങ്ങി. ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. തലയിലുള്ളത് വെള്ളമല്ല, വേർപ്പാണ്. വേർത്തങ്ങൊലിച്ച് ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി കയറി. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡോണാപ്പോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെട്ടിയിലാണിത്. ആക്ച്വലി ഡോണാപ്പോള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ പേരും കൂടെയാണ്, പഞ്ചിമിലുള്ള ഒരു വില്ലേജിൻ്റെ പേരാണ്. അപ്പം ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഈ കാണുന്നത് റിവറാണ്. അവിടെ നിന്ന് ഒരു റിവർ വരുന്നുണ്ട്. അങ്ങനെ 2 റിവർ ഈ അറബിക്കടലിൽ വന്ന് ചേരുന്ന ഒരു പോയിൻ്റാണ് ഈ ഡോണാപ്പോള എന്ന് പറയുന്നത്. ഡോണാപ്പോള അതുപോലെ തന്നെ ലവേഴ്സ് പാരഡൈസ് എന്നും കൂടെയാണ് അറിയപ്പെടുന്നത്. കമിതാക്കളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡോണാപ്പോള എന്നുള്ള പേര് വരാൻ കാരണം ഈ പോർച്ചുഗീസ് വൈസ്രോയുടെ മകളുടെ പേരാണ് ഡോണാപ്പോള. പുള്ളിക്കാരി പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതിയായിരുന്നു. അപ്പം പുള്ളിക്കാരിയോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഗ്രാമവാസികൾ അവരുടെ ഗ്രാമത്തിന് ഡോണാപ്പോള എന്നുള്ള പേര് നൽകി. അപ്പം അങ്ങനെയാണ് ഇവിടെ ഡോണാപ്പോള എന്നറിയപ്പെടുന്നത്. അജയ് ദേവ്ഗൻ്റെ ഹിന്ദി സിംഗം റീമേക്ക് മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്. വ്യൂ പോയിൻറ്റിൻ്റെ മേലെ നമുക്ക് കയറി നോക്കാം എന്താണ് കാഴ്ച എന്നുള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇതൊട്ടും പ്രതീക്ഷിക്കാതാണ് ഇവിടേക്ക് വന്നത്. ഒരു പ്ലാനും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ജോഷി പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് ആക്കാമെന്ന് കരുതി ഇനി വേഗം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഫൈനലി റെയിൽവേ സ്റ്റേഷനിലെത്തി. 3 ദിവസം നീണ്ട ഗോവ യാത്രക്ക് സമാപനമായി. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.